ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്, ആഹാര ശൃംഖലയെ കുറിച്ചും ആഹാര ശൃംഖലയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഓരോ ജീവജാലങ്ങളും എത്രത്തോളം അതിൽ പ്രാധാന്യം വഹിക്കുന്നുണ്ട്, പിന്നെ ജൈവ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന എങ്ങനെ എത്രത്തോളം സഹായിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലവകങ്ങൾ എന്താന്ന് പറഞ്ഞു, ജലാശയ സമുദ്രത്തിന്റെ കേസിൽ നമ്മൾ പ്ലവകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്ലവകങ്ങൾ നമ്മൾ പറഞ്ഞു, പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ ഉൽപാദകരാണ്. അവരെങ്ങനെയാണ് ഈ ഒരു ആഹാര ശൃംഖലയിൽ പ്രാധാന്യം വഹിക്കുന്നത് എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പിന്നെ പറഞ്ഞത്, ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ കടുവയുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം 3-4 ചിത്രങ്ങളിലൂടെ, ആ ഡയഗ്രാംസിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു. കടുവയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കടുവയുടെ എണ്ണം കൂടാതെ ഒരു ബാലൻസ് ആയിട്ട് നമ്മൾ നോക്കണം. കാരണം ആനകളുടെ എണ്ണം, സസ്യ കഴിക്കുന്ന ജീവികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സസ്യ സമ്പദ് വ്യവസ്ഥയ്ക്ക് തകരാറിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ മാംസഭോജികളായിട്ടുള്ള ജീവികളായിട്ടുള്ള കടുവ പോലുള്ള ഏറ്റവും ആ ഒരു ഇതിലെ ഏറ്റവും വലിയ കണ്ണിയാണ് കടുവ. കടുവ പോലുള്ള ജീവികളുടെ സംരക്ഷണം ഇത്തരത്തിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞു കരയിലാണെന്നുണ്ടെങ്കിൽ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങളാണ്. കടലിലെ ഉൽപാദകർ എന്ന് പറയുന്നത് പ്ലവകങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത് കരയിലെ ഉൽപാദകരായിട്ടുള്ള ഹരിത സസ്യങ്ങളെ കുറിച്ചാണ്. കരയിലെ സസ്യങ്ങളിൽ ഹരിത സസ്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഈ ഹരിത സസ്യങ്ങളിൽ എങ്ങനെയാണ് ഭക്ഷണം അഥവാ ആഹാരം പാകം ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ആഹാരം പാകം ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണം എന്ന ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇവിടെ ആഹാരം പാകം ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഒരു ചെടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ചെടിയുടെ വേരുകളിൽ നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ജലവും എന്താണ് മണ്ണിലേക്ക് ആർന്നിറങ്ങി പോകും. അങ്ങനെ മണ്ണിൽ ജലം ഉണ്ടാവും, അതുപോലെ തന്നെ ലവണങ്ങൾ. ഈ ജലവും ലവണങ്ങളും ഈ വേരിലൂടെ വലിച്ചെടുക്കും. ഇത് തണ്ടിലൂടെ ഇലകളിലേക്ക് എത്തും. ഇലകളിലാണ് എന്ത് സംഭവിക്കുന്നത്, ആഹാര നിർമ്മാണം. ഈ ഇലകളിൽ ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്ന ആൾക്കാരെന്തായിരുന്നു, സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇലകളിൽ എന്ത് നടക്കുന്നത്, ആഹാര നിർമ്മാണം സാധ്യമാക്കുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ യൂസ് ചെയ്യുകയും ഇത് ആഹാരം നിർമ്മിക്കും. എന്നിട്ട് ധാരാളം വർണ്ണകങ്ങൾ അവരുടെ ആഹാര നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് ഈ ആഹാര നിർമ്മാണത്തിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്ത് നമ്മൾ ആഹാരം നിർമ്മിക്കും. അതിന്റെ ഫലമായിട്ട് ഓക്സിജനും ഗ്ലൂക്കോസും അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് ലഘുവായിട്ട് എന്ന് പറഞ്ഞാൽ പ്രകാശ സംശ്ലേഷണം. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടി പറയാം. ഓക്കെ, നമ്മൾ പറഞ്ഞതിൽ എന്താ ചിത്രത്തിൽ ചെയ്തിട്ടുള്ളത്, സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ് ചോദിച്ചത്. നമ്മൾ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, സൂര്യപ്രകാശം ആവശ്യമാണ്, ജലവും ലവണങ്ങളുമാണ് എന്തിന് ആവശ്യമായുള്ളത്, സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങളിൽ പെടുന്നത് ഒന്ന്. ഇനി അടുത്ത് നമ്മൾ പറയുന്നു, എന്താണ് പ്രകാശ സംശ്ലേഷണം. ഈ പ്രകാശ സംശ്ലേഷണത്തെ സഹായിക്കുന്ന വർണ്ണകമുണ്ട്. ഈ വർണ്ണകം ആരെല്ലാമാണ്, എന്താണ് ഈ വർണ്ണകത്തിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് സസ്യങ്ങളെ ഊർജം, അതായത് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുന്നത്. അതായത് ഈ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു ഊർജം ആവശ്യമുണ്ട്. നമുക്ക് ആഹാരം നിർമ്മിക്കാനുള്ള ഊർജം, അല്ലെങ്കിൽ നമ്മൾ ആഹാരം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, നമുക്ക് വെറും ആഹാര വസ്തുക്കൾ മാത്രം പോരാ, നമുക്ക് അതിനെ ചൂടാക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താണ്, ഗ്യാസ് ആവശ്യമാണ്, തീ ആവശ്യമാണ്, LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ഒരു ഇന്ധനം നമുക്ക് ആവശ്യമാണ്. ഒരു ഇന്ധനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ആഹാര നിർമ്മാണം എന്താണ് സാധ്യമാക്കുന്നത്. അതുപോലെ തന്നെ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നതിന്റെ പ്രധാനമായിട്ടും ആവശ്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്, ഊർജം ആവശ്യമാണ്. ഈ ആവശ്യമായിട്ടുള്ള ഈ ഊർജം സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഊർജം എന്തെങ്കിലും സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാമാണ്, ഞാൻ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. വരും ക്ലാസ്സുകളിലും ഹയർ ക്ലാസ്സുകളിലേക്കും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബേസ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, അതേപോലെ തന്നെ ലവണങ്ങൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഊർജമായിട്ട് സൂര്യപ്രകാശം ആവശ്യമാണ്.
അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന് പറയുന്ന ഒരു വർണ്ണകം. നമുക്കറിയാം, നമ്മുടെ പരിസരത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ഇലകളും പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. ഈ എല്ലാ ഇലകളും പച്ച നിറത്തിൽ കാണപ്പെടുന്നെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. നമുക്കറിയാം, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ രക്തത്തിന്റെ ചുവപ്പ് നിറമാണുള്ളത്. ഈ രക്തത്തിന് ചുവപ്പ് നിറം വരാൻ കാരണമായിട്ടുള്ള ഘടകം, മനുഷ്യ ശരീരത്തിലെ രക്തത്തിന് നമ്മൾ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ രക്തത്തിന് ചുവപ്പ് നിറമാണ്. മനുഷ്യ ശരീരത്തിൽ രക്തത്തിന് ചുവപ്പ് നിറം വരാൻ കാരണമായിട്ടുള്ള ഘടകമാണ് HB അഥവാ ഇതിനെ ഹീമോഗ്ലോബിൻ എന്ന് പറയും. HB അഥവാ ഹീമോഗ്ലോബിൻ ആണ് മനുഷ്യ ശരീരത്തിലെ ബ്ലഡിന് ചുവപ്പ് നിറം നൽകുന്നതിന് കാരണമാകുന്ന ഒരു വർണ്ണക വസ്തുവായിട്ട് നമുക്ക് ആരെ കൺസിഡർ ചെയ്യാം? ഹീമോഗ്ലോബിൻ. ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് വലിയ വലിയ ക്ലാസ്സുകളിൽ പറയും. ഞാനിതിവിടെ പറഞ്ഞപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിനെ കൂടി പറഞ്ഞു തരുന്നത്. ഓക്കെ, ഹീമോഗ്ലോബിൻ മനുഷ്യ ശരീരത്തിനെ കൂടി ഉൾക്കൊള്ളിച്ചു എന്നാണ്. മനുഷ്യ ശരീരത്തിലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണക വസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇതുപോലെ സസ്യത്തിന്റെ ഇലകൾക്ക് ചുവപ്പ് നിറമാണ്, അല്ല പച്ച നിറമാണ്. ഈ പച്ച നിറം നൽകാൻ സഹായിക്കുന്ന ഘടകമാണ് ക്ലോറോഫിൽ അഥവാ അതിനെ ഹരിതകം എന്ന് മലയാളത്തിൽ പറയും. ഹരിതകം എന്നാണ് മലയാളത്തിൽ പറയുക. ഹരിതകത്തിന്റെ പ്രത്യേകത എന്താണ്? ഇലകൾക്ക് പച്ച നിറം നൽകാൻ സഹായിക്കുന്ന വർണ്ണവസ്തു അഥവാ വർണ്ണകമാണ് ഹരിതകം. ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നതും ആരാണ്? ഈ വർണ്ണകമാണ്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്, അതായത് നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് നമ്മൾ പറഞ്ഞു ഓക്സിജൻ ഉണ്ടാക്കും, കൂടാതെ ഗ്ലൂക്കോസ് അതായത് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് വേറെ ബൈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ വലിയ വലിയ ക്ലാസ്സുകളിൽ പറയാം. ഇപ്പൊ നമ്മൾ ഇത്ര മാത്രം ഈ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചാൽ മതി. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അടുത്തത്, സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് ഏതു ഭാഗം വഴിയാണ്? ഒരു ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിക്കണം. ഓക്കെ, ഏത് വഴിയാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത് എന്നുള്ള കാര്യം. ചിത്രത്തിലേക്ക് നോക്കാം. ചെറിയ ചെടികള് പരമാവധി സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഓരോ ചെടികളും വളർന്നു പോവുക. നമുക്ക് ചില തെങ്ങുകളൊക്കെ വളഞ്ഞു പോകുന്നത് കാണാം. ഒരു ചെടിയുടെ ഉള്ളിൽ കൂടെ വളഞ്ഞു തെളിഞ്ഞു പോകും. എന്തുകൊണ്ട്? ചെടികൾ ചിലപ്പോൾ നേരെ പോകാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ മറ്റു വൃക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് സൂര്യപ്രകാശം കിട്ടാതെ. സൂര്യപ്രകാശം എവിടെയാണുള്ളത് ആ ഒരു ഡയറക്ഷനിലേക്ക്, ആ ഒരു ദിശയിലേക്കാണ് എപ്പോഴും ആ ഒരു ദിശയിലേക്കാണ് എപ്പോഴും മരങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ അഥവാ ചെടികൾ പോകുന്നത്, വളർന്നു പോകുക. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ചിത്രത്തിൽ എന്താ നമ്മൾ കാണുന്നത്? ഓക്കെ, എല്ലാ ചെടികളും നേരെ മാത്രമാണല്ലോ, ചില ചെടികൾ വളഞ്ഞൊക്കെ പോകുന്നുണ്ട്. കാരണം സൂര്യപ്രകാശം എവിടെയാണോ കിട്ടുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് ചെടികൾ വളരാൻ ശ്രദ്ധിക്കുക. പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ സസ്യങ്ങളിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്കാണ് വളരുന്നതും ഇലകളും അതുപോലെയാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ഇലകൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇലകളും ഒരുപോലെയല്ല അല്ലെ? ഇപ്പൊ നോക്കി, ഈ ഇല താഴ്ന്നാണ് നിൽക്കുന്നത്, എന്നാൽ നല്ലോണം താഴ്ന്നു നിൽക്കുന്നുണ്ട്. ചില ഇലകൾ കുറച്ച് മുകളിലേക്കായിട്ടാണ് നിൽക്കുന്നത്. അവിടെയാണ് സൂര്യപ്രകാശം കിട്ടുന്നത്. ഇത് ഇലകൾ താഴ്ന്നു നിൽക്കുന്നതിന്റെ ഫലമായിട്ട് മറ്റു ഇലകൾക്ക് എന്ത് ചെയ്യും? സൂര്യപ്രകാശം കിട്ടും ചെയ്യും. ഇതിന്റെ സൂര്യപ്രകാശം ഇതിനെ തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇലകൾ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു ഇലകളുടെ ക്രമീകരണം വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ തന്നിരിക്കുന്ന ചിത്രത്തിൽ നോക്കുക, ഇലകൾ നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു പൂവാണ് ചെമ്പരത്തി. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു പൂവായിരുന്നു ചെമ്പരത്തി. ഇപ്പോൾ റെയർ ആയിട്ട് എല്ലാ വീടുകളിലൊന്നും കാണാൻ കഴിയില്ല. അടുത്ത വീടുകളിലൊക്കെ കാണുന്നത് അതായിരുന്നു ചെമ്പരത്തി. ഈ ചെമ്പരത്തിയിലെ ഇലകൾ നോക്കൂ. ചെമ്പരത്തിയിലെ ഇലകൾ എങ്ങനെയാണ്? നേരെയാണ് അല്ലേ? ചെമ്പരത്തിയിലെ ഇലകൾ എപ്പോഴും നേരെയാണ്. എന്നാൽ എനിക്ക് തുളസി എടുത്ത് നോക്കുകയാണെങ്കിൽ തുളസിയുടെ ഏറ്റവും അതായത് താഴത്തേക്ക് ഇതായിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതെന്താ വെച്ചാൽ അതിന് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് അതിന്റെ ഇലകൾ ക്രമീകരിക്കപ്പെടുന്നത്. ഇതിന്റെ ഇലകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇലകൾ കുറച്ച് വലിയ ഇലകളാണ്, ഇവിടെ ചെറിയ ഇലകളാണ് കാണപ്പെടുന്നത്. പിന്നെ ഇലകളിലെ വീനേഷൻ അഥവാ ഇലകളിൽ എങ്ങനെ സിരകൾ എന്ന് പറയും നമ്മൾ. ഇലകളിൽ ഓരോ വരകൾ കാണാൻ പറ്റും അല്ലെ? നമ്മുടെ കയ്യിൽ നമുക്കറിയാം
കൈപ്പത്തി കഴിഞ്ഞാൽ ധാരാളം വിരകളുണ്ട്. അതുപോലെ ഒരു ഇല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരീക്ഷിച്ചു അതിലും ധാരാളം വിരകളുണ്ടാവും. എല്ലാ ഇലകളിലും ഈ ഒരു വിരകൾ, അതായത് നമ്മൾ സിരകളാണ്. സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ഒരുപോലെയല്ല. പല പല രീതിയിലാണ് ഈ എന്താ പറയുക ഇപ്പോ ഇലകളിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഓക്കെ, നമ്മളിപ്പോ ഇങ്ങനത്തെ ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നല്ല മനോഹരമായിട്ടുള്ള ഇലകൾ. ഇതൊക്കെ ഇതിന്റെ ഇങ്ങനെ ലൈനുകൾ, ഇങ്ങനെയുള്ള ഇലകൾ നമ്മൾ കാണും. ചിലതരം പുല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം. ഇങ്ങനത്തെ പുല്ലുകൾ, കൈതപ്പുല്ല്, നമ്മുടെ പുല്ലുകളൊക്കെ, അതിലൊക്കെ വരകൾ ഇങ്ങനെയാണ്. അപ്പൊ പല രീതിയിലാണ് ഇലകളുടെ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള, നമുക്കറിയാം പറമ്പിലും തൊഴിലൊക്കെ ധാരാളം ഇലകളും സസ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒന്ന് അവിടേക്കൊന്ന് പോയി നിരീക്ഷിച്ച് നോക്കുക. എല്ലാ ഇലകളും ഒരുപോലെയാണോ? എല്ലാ ഇലകളും ഒരുപോലെയാണ് വിന്യസിച്ചത്? എല്ലാ ഇലകളും എപ്പോഴും ഉയർന്നാണോ നിൽക്കുന്നത്, താഴ്ന്നാണോ നിൽക്കുന്നത്? അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ നിരീക്ഷണ ബുക്ക്, അതായത് നമുക്കറിയാം നമുക്ക് സയൻസ് പഠിക്കുമ്പോൾ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബുക്കിൽ കുറിച്ച് വെക്കാം. അപ്പൊ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് നല്ല യൂസ് ആവും. നമ്മൾ പറഞ്ഞു ചെമ്പരത്തിന്റെ കേസും തുളസിന്റെ കേസും. വേറൊരു ഇല, ഏയിലാം പാല, ഇലവീടുകളിലൊക്കെ കാണാം. എന്നാലും ഇത് റയർ ആയിട്ടാണ് എല്ലായിടത്തും. ഇവയുടെ ഇലകളുടെ ശ്രദ്ധകൾ നോക്കി, ഇലകൾ ഒരു പൂ പോലെയാണ് ഇലകൾ നിന്നത്. നമുക്കിത് എന്താ മനസ്സിലായി, എല്ലാ ചെടികളിലും ഇലകൾ എന്തല്ല ഒരുപോലെയല്ല. അവയ്ക്ക് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് സൂര്യപ്രകാശം അതിലെ എല്ലാ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് എന്നതിനെ സംബന്ധിച്ചായിരിക്കും ഓരോ ഇലകളും ഓരോ ചെടികളിലും എന്തിട്ടുള്ളത് അതിനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ധാരാളം പല പല തരത്തിലുള്ള ഇലകൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് ഒന്ന് പോയി നോക്കുക. പോയി നോക്കി കഴിഞ്ഞ് നമുക്ക് ഇതാണ്, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നമുക്ക് അറിയാം ടെറസുകളിലൊക്കെ ധാരാളം ചെടികൾ കുഴിച്ചിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. എല്ലാവരും ചെടികൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഇലകളൊക്കെ ഒന്ന് നോക്കി, എല്ലാ ഇലകളും ഒരുപോലെയാണോ? എന്തുകൊണ്ടാണ് ചില ഇലകൾ താഴ്ന്നു നിൽക്കുന്നത്, ചില ഇലകൾ ഉയർന്നു നിൽക്കുന്നത്? അപ്പൊ ഇതിനൊക്കെ ആൻസർ ഇപ്പൊ നമ്മളെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ കാരണം? സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ചാണ് ഓരോ ഇലകളും എന്ത് ചെയ്യുക, ചെടികൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു വർക്കാണ്. ഇത് നമ്മൾ ചെയ്തിട്ട് നിങ്ങളുടെ പരിസരത്തുള്ള ചെടികളൊക്കെ നിരീക്ഷിച്ച് ഒരേപോലെ ഇലകളുള്ള ചെടികൾ ഏതാണ് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇതിൽ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മൾ പറഞ്ഞു ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണ് ഉള്ളത്. പക്ഷെ പച്ച നിറത്തിലുള്ള ഇലകൾ മാത്രമല്ല, നമുക്കറിയാം അലങ്കാരത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ചെടികൾ ഉണ്ടാകും. അതിൽ പച്ച നിറം മാത്രമല്ല, ചെറിയ ചുവപ്പ് നിറമോ മഞ്ഞ നിറമോ ഒക്കെ ചെടികളിൽ ഉണ്ടാകും. ഈ ചുവപ്പ് നിറവും മഞ്ഞ നിറവും ഉണ്ടാവാൻ കാരണമായ വസ്തുക്കൾ ഇതേപോലെ പച്ച നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണകം ഏതാണ് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു. പച്ച നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണകം ഏതാണ്? ഹരിതകം. ഹരിതകം എന്തിനാണ് കാരണമാകുന്നത്? പച്ച നിറത്തിനാണ് കാരണമാകുന്നത്. ഇതുപോലെ പച്ച നിറത്തിലുള്ള ചെടികൾ മാത്രമല്ല, നമ്മൾ പറഞ്ഞു ചുവപ്പ് നിറത്തിൽ കാണാം, ചിലപ്പോൾ മഞ്ഞ നിറത്തിൽ കാണാം, ഇലകൾ പല നിറത്തിലും കാണാം. പക്ഷെ ഏറ്റവും കൂടുതൽ എന്താണ്? പച്ച നിറത്തിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല നിറത്തിലും കാണുന്നു. അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാം എന്നാണ് നമുക്ക് നോക്കുന്നത്. ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. സസ്യത്തിന്റെ പേരും ഇലയുടെ നിറം ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ടതാണ്. നമ്മൾ ചീരയുടെ ഇല എടുത്തു. ചീരയുടെ ഇല നമുക്കറിയാം ചുവപ്പ് നിറമാണ്. പറിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലോണം വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച നിറത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ പല ഡിഫറെന്റ് ആയിട്ടുള്ള ഇലകൾ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഓരോ ഇലയും ഇതാക്കുന്ന സമയത്ത് നമുക്ക് ഏത് കളറാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇവിടെ നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. ഞങ്ങൾ പറഞ്ഞു ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അത്. എല്ലാവരും ഓർമ്മിച്ച് വെക്കണം. ഞാൻ പറഞ്ഞു ഇലകളിൽ വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നുണ്ട്. അപ്പൊ പച്ച നിറം മാത്രമല്ല ഉള്ളത് നമുക്ക് മനസ്സിലായി. അത് നമുക്ക് മനസ്സിലായി. ഹരിതകം എന്ന ഒരു ഘടകം മാത്രമല്ല ചെടികളിലുള്ളത്. ഹരിതകത്തെ കൂടാതെ ചെടികളിൽ വേറെ ഏതൊക്കെ ഘടകങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ചുവപ്പ് നിറം നൽകുന്ന ഘടകമാണ് ആന്തോസയാനിൻ. ആന്തോസയാനിൻ ചുവപ്പ്. ഓറഞ്ച് നിറം കരോട്ടിൻ. അത് നമ്മള് ഒരു കോഡുണ്ട്. ഓറഞ്ച് നിറം എന്നുള്ളത് കരോട്ടിൻ. നമുക്കറിയാം ക്യാരറ്റിന് ഓറഞ്ച് നിറമാണ് അല്ലെ, ഒരു ഓറഞ്ച് നിറം. സോ ക്യാരറ്റ്, കരോട്ടിൻ, ഓറഞ്ച് അങ്ങനെ വിളിക്കാം. ഓറഞ്ച് നിറമുള്ള കരോട്ടിൻ. മഞ്ഞ നിറമുള്ള സാന്തോ. കരട്ട് കോഡൊന്നും എന്റെ കയ്യിലില്ല, നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം. ചുവപ്പ് നിറം നൽകുന്ന ആന്തോസയാനിൻ, ഓറഞ്ച് നിറം നൽകുന്ന കരോട്ടിൻ, മഞ്ഞ നിറം നൽകുന്ന സാന്തോഫിൻ.
അപ്പൊ ഈ ഒരു ഘടകങ്ങൾ വർണ്ണകങ്ങൾ കൂടി ചെടികളിലുണ്ട്. അതുകൊണ്ടാണ് ചില ചെടികളിൽ ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലും ഓറഞ്ച് നിറത്തിലും ഒക്കെ ഇലകൾ കാണപ്പെടാൻ കാരണം. നമ്മൾ പറഞ്ഞു. ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? പ്രകാശ സംശ്ലേഷണം പറഞ്ഞു. ചെടികളിൽ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു. അത് മുഴുവനായിട്ടും പറഞ്ഞിട്ടില്ല. അതിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളത് അടുത്ത ക്ലാസ്സുകളിലും വലിയ വലിയ ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അതിന് ഏതൊക്കെ വർണ്ണകങ്ങളാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ ഘടകങ്ങളാണ്. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് നമ്മൾ എന്തെല്ലാമാണ് പറഞ്ഞത് നമുക്ക് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് നമ്മൾ എന്തെല്ലാമാണ് പറഞ്ഞത്? അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങളെ നമ്മൾ പറഞ്ഞു. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രകാശ സംശ്ലേഷണം അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഘടകം? കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, ആവശ്യമാണ്, ജലം ആവശ്യമാണ്, ലവണം ആവശ്യമാണ്, ഇത് വേരുകളിൽ ഉണ്ടാകുന്നു. പിന്നെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം. പിന്നെ നമ്മൾ പറഞ്ഞു വർണ്ണകങ്ങളും എന്താണ് ആവശ്യമാണ്. വർണ്ണകങ്ങളും എന്താണ് ആവശ്യമാണ്. നമ്മൾ ഏതൊക്കെ വർണ്ണകങ്ങളാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞ വർണ്ണകങ്ങള് പച്ചനിറം നൽകുന്ന ഹരിതകമുണ്ട്, ചുവപ്പ് നിറം നൽകുന്ന ആന്തോസയാനിൻ, ഓറഞ്ച് നിറം നൽകുന്ന കരോട്ടിൻ, മഞ്ഞ നിറം നൽകുന്ന സാന്തോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ തറോ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് സസ്യങ്ങളിൽ വാതക വിനിമയം. നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ടെന്ന്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കും. പിന്നെ അത് ഓക്സിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പുറത്തേക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇതിന്റെ എന്താ പറയാ സംവഹനം അല്ലെങ്കിൽ വാതക വിനിമയം എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ ഏതു വാതകമാണ് ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ഇവിടെ ഒരു കുട്ടി ചിന്തിക്കുകയാണെന്ത്, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? അല്ല, അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അങ്ങനെ ധാരാളം ഘടകങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിൽ സിമ്പിൾ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന നമുക്കറിയാം. നമുക്ക് എപ്പോഴും എല്ലാവർക്കും എഴുതാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഷോർട്ട് ആൻഡ് വേർഷൻ ആയിരിക്കും എപ്പോഴും ഇഷ്ടപ്പെടാം. ഇതൊരു ഷോർട്ട് ആൻഡ് വേർഷൻ ആണ്. നിങ്ങൾ കുറഞ്ഞ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അതിന് ഓരോ എലമെന്റിനെയും അല്ലെങ്കിൽ ഓരോന്നിനും റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ സിമ്പിൾ വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞു വെറും കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല അന്തരീക്ഷത്തിലുള്ളത്. വേറെ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഉണ്ട്, ധാരാളം ഘടകമുണ്ട്. പിന്നെ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം ഇതാക്കുന്നത് അല്ലെ? ഓക്കെ, നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിലുള്ള മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതൊക്കെയാണ്? അന്തരീക്ഷത്തിലെ ഭൂരിഭാഗവും നൈട്രജൻ. ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഒരു വാതകമാണ് നൈട്രജൻ. ഓൾമോസ്റ്റ് 72% അതുകൊണ്ട് ഞാനത് അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് പറയാം. അവർ ഓൾമോസ്റ്റ് അത്ര പെർസെന്റേജും നൈട്രജൻ കാണപ്പെടുന്നുണ്ട്. ദെൻ ഓക്സിജൻ വളരെ കുറഞ്ഞ എമൗണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, ദെൻ മറ്റുള്ള എലിമെന്റ്സും കാണപ്പെടുന്നുണ്ട്. ഊർജം ലഭിക്കാനാണ് നമ്മൾ ശ്വസിക്കുന്നത് അല്ലെ? ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. അതേപോലെ തന്നെ സസ്യങ്ങൾക്കും ഊർജം ആവശ്യമാണ്. നമ്മൾ പറഞ്ഞ സസ്യങ്ങളുടെ ഊർജത്തിന്റെ സ്രോതസ്സാണ് സൂര്യപ്രകാശം. നമ്മൾ പറഞ്ഞു നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ശ്വസിക്കണം. എല്ലാ ജീവികളും ശ്വസിക്കുന്നുണ്ട്. എല്ലാ ജീവികളിലും കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുകയും ഓക്സിജനെ പുറത്തെടുക്കുന്ന വാതക വിനിമയം എല്ലാ ജീവികളിലും ജീവവർഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സസ്യങ്ങളിൽ നടക്കുന്നുണ്ട്. സസ്യങ്ങളിൽ അത് നടക്കുന്ന പ്രകാശ സംശ്ലേഷണം എന്ന മാർഗത്തിലൂടെയും അതിനെ സഹായിക്കുന്ന നമ്മൾ ശ്വസനത്തിന് സഹായിക്കുന്ന അവയവം ഏത്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്ലാസ്സിൽ ഇതാക്കുക. ശ്വസനത്തിന് സഹായിക്കുന്ന അവയവം, ശ്വസനത്തിന് സഹായിക്കുന്ന അവയവം മനുഷ്യരിൽ
അഥവാ ജീവികളിൽ നോക്കണ്ട, കാരണം ജീവികളിൽ പല ജീവികളിലും വ്യത്യാസമുണ്ട്. കാരണം ചെറിയ ചെറിയ ജീവികളിലും വലിയ ജീവികളിലും ഒരേ അവയവമല്ല ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ വലിയ വലിയ ക്ലാസ്സുകളിൽ ഓരോ ജീവിതത്തിന്റെ വർഗീകരണമുണ്ട്. വർഗീകരണ ശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം, മനുഷ്യരിൽ ശ്വസനത്തിന് സഹായിക്കുന്ന അവയവം എന്താണ്? അടുത്ത ക്ലാസ്സിൽ അതിന് കണ്ടെത്തിയിട്ട് വരണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളത് നോക്കിയിടാം. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നുണ്ട് അല്ലേ? അത് നമ്മൾ പറഞ്ഞതാണ്. പ്രകാശ സംശ്ലേഷണം എന്ന ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്ന ഒരു വാതക വിനിമയം അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് പറയാം? അവിടെ ശ്വസനം നടക്കുന്നുണ്ട് എന്ന് പറയാം. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെ വായു സസ്യത്തിന് അകത്തേക്ക് പ്രവേശിക്കും. നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്, ഓക്സിജൻ പുറത്തേക്ക് പോകുന്നത്. എവിടേക്കാ പോകുന്നത്, എങ്ങനെയാ പോകുന്നത് അല്ലെ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം, മൈക്രോസ്കോപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കൂളുകളിൽ ലാബുകളിലൊക്കെ മൈക്രോസ്കോപ്പ് ഉണ്ടാവും. ഇത് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചേഴ്സ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിപ്പിച്ചു തരും. മൈക്രോസ്കോപ്പിന്റെ പ്രധാന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ലെൻസ് ഉണ്ട്. ഈ ഒരു ലെൻസിലൂടെയാണ് നമ്മൾ നോക്കാം. അതിനുശേഷം ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട്, ഒരു ഗ്ലാസ് ഉണ്ട്. ആ സ്ലൈഡിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കും. ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഐ പീസ് ഉണ്ട്, ഇവിടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് തിരിച്ചതിന് ശേഷം ഇവിടെ 10x കാണാം, ചിലതിൽ 14x 100x ആണ്. അപ്പൊ എത്രത്തോളമാണ് അതിനെ സൂം ചെയ്യേണ്ടി, അത് സൂം ചെയ്യുന്നതിന്റെ നോബുകളാണിത്. ആ നോബുകൾ തിരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ലെൻസ് സൂം ചെയ്താണ്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഇതിലൂടെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ ലൈറ്റ് സോഴ്സ് ഉണ്ട്, സൂര്യപ്രകാശത്തിന്റെ അടുത്താണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ലെൻസുകൾ മൈക്രോസ്കോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുക. ഇതൊരു നോർമൽ മൈക്രോസ്കോപ്പാണ്. ഇതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മൈക്രോസ്കോപ്പ് തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ ധാരാളം മൈക്രോസ്കോപ്പുകൾ ഇപ്പോൾ നിലവിലുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറേ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഇല എടുത്തതിന് ശേഷം നമ്മൾ എന്താണ് മൈക്രോസ്കോപ്പിൽ വെച്ചു. അത് ഇല ഇങ്ങനെ എടുത്ത് വെക്കല്ല, ഇലയുടെ ചെറിയൊരു ഭാഗം, മുകൾ ഭാഗം നമ്മൾ എടുക്കുകയാണ് ചെയ്യാം. അത് അതിന്റെ സ്ലൈസ് നേരിയ ഒരു സ്ലൈസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഈ മൈക്രോസ്കോപ്പിൽ വെക്കും. മൈക്രോസ്കോപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പിക്ചറാണ് നമുക്ക് പിക്ചർ കിട്ടുന്ന സമയത്ത് നമുക്കറിയാം പയറിന്റെ ഒക്കെ പോലെ ഷേപ്പിലൊരു ഭാഗമുണ്ട് അല്ലെ? ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ. എന്താണ് സ്റ്റൊമാറ്റ? എന്താണ് സ്റ്റൊമാറ്റിന്റെ ഇമ്പോർട്ടൻസ്? നമ്മൾ പറഞ്ഞു സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നെന്ന് പറഞ്ഞു. സസ്യങ്ങളിൽ ശ്വസനം നടക്കാൻ സഹായിക്കുന്ന ഒരു അവയവം അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ടാണ് എന്ത്? സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു. ഇതിലെവിടെ എങ്ങനെയാണ് സംവഹനം നടക്കുന്നത്? ഇതിന് കുറെ ഇതിന്റെ ചുറ്റുഭാഗമുള്ള ഗോഡ് സെൽസ് എന്ന സെൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറെ ഭാഗങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റൊമാറ്റിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എന്താണ് സ്റ്റൊമാറ്റ? സ്റ്റൊമാറ്റ എന്തിനാണ് സഹായിക്കുന്നത്? എവിടെയാണ് കാണപ്പെടുന്നത്? എന്താണ് സ്റ്റൊമാറ്റ? നമ്മൾ പറഞ്ഞു, സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞ സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് സ്റ്റൊമാറ്റ. ഓക്കെ, എവിടെയാണ് കാണപ്പെടുന്നത്? ഇലകളിലാണ് കാണപ്പെടുന്നത്. ഇലകളിലൂടെ ഈ സൂക്ഷ്മ സുഷിരങ്ങൾ അഥവാ ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്ന് അറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിന് അകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും എവിടെയാണ്? ഈ സുഷിരങ്ങൾ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും സംവഹനം നടക്കുന്ന ഈ സുഷിരങ്ങളാണ് എന്ത്? സ്റ്റൊമാറ്റ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചിത്രങ്ങൾ നോക്കാം. പകലത്തെ ഒരു ചിത്രം പറയുന്നുണ്ട്, രാത്രിയിലെ ചിത്രമുണ്ട്. എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. പകൽ സമയത്തും രാത്രി സമയത്താണ് പറയുന്നത്. പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് നമുക്കറിയാം. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തേക്കാണ് പകൽ സമയത്ത് അങ്ങനെ നടക്കുന്നത്. രാത്രി കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ പുറന്തള്ളപ്പെടുന്നത് രാത്രി കാലങ്ങളിലാണ്. ഓക്സിജൻ മാത്രമാണ് സസ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് അല്ല, മറ്റു ഘടകങ്ങളും പുറത്തുവിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്നത് പകൽ സമയത്താണ്. രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തുവിടുന്നത്. അടുത്ത ടോപ്പിക് ആതിഥേയനും അതിഥികളും. എന്താണ് ആതിഥേയനും അതിഥികളും അല്ലെ? നമുക്കറിയാം, നമ്മളെ വീട്ടുകളിൽ അതിഥികൾ വരും അല്ലെ? നമ്മളെ വീട്ടിലേക്ക് എന്തിനാ അതിഥികൾ വരുന്നത്? നമ്മൾ അതിഥികളെ സൽക്കരിക്കും, നമ്മൾ അവർക്ക് വേണ്ട ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ? അതുപോലെ തന്നെ സസ്യങ്ങളിലേക്കും അതിഥികൾ വരാറുണ്ട്. പക്ഷെ നമ്മളെ വീട്ടിലേക്ക് അതിഥികൾ വരികയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിൽ അതിഥികൾ വരാറ്. നമ്മുടെ അനുഭവത്തോടു കൂടിയാണ് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾ നമ്മുടെ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ
സസ്യങ്ങളിലേക്ക് വരുന്ന അതിഥികൾ എന്ന് പറഞ്ഞാൽ അവരുടെ സമ്മതമൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ അവിടുന്ന് വലിച്ചെടുക്കുന്നു, then അതിനുശേഷം അവർ ഗ്രോ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പല ടൈപ്പ് അതിഥികളാണ് ഇവിടെ ഉള്ളത്. ആതിഥേയൻ എന്ന് പറഞ്ഞ ഒരു സസ്യം, ഇതൊരു ആതിഥേയനാണ്. അതിന് ചുറ്റും നമുക്കറിയാം ഇതൊരു മാവാണ്. ഈ മാവില് മാങ്ങ മാത്രമാണുള്ളത്. കൂടാതെ ഈ ഒരു കൊമ്പിൽ നോക്കൂ, കൊമ്പിൽ കണ്ട ഈ ഒരു ചെടി ഇതെന്താണ്? ഇങ്ങനെ ഏതെങ്കിലും മാവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിക്കുക, പറമ്പിലുള്ള ചില മാവുകളിൽ ഇത്തരത്തിലുള്ള ചെടികൾ കാണാം. ഇത്തരത്തിൽ ചെടി മരവായ എന്നാണ് പറയുക. എന്താണ് മരവായ? അതിന്റെ പ്രത്യേകത എന്താണ്? മരവായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഹാരം സ്വയം നിർമ്മിക്കും, പക്ഷെ എന്താണ്, ഇരിക്കാനൊരു സ്ഥലമാണ്. എവിടെയെങ്കിലും എവിടെയെങ്കിലും സ്ഥലം മതി, ഇരിക്കാനൊരു സ്ഥലം മതി. നമ്മൾ പറഞ്ഞു വാസസ്ഥലം ആവശ്യമാണ് അല്ലെ? അപ്പൊ അതിന് ഒരു വാസസ്ഥലം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഇതിനുള്ള ഒരു വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് ആതിഥേയനെ ആണ് എന്ത് ചെയ്യുക, അത് ആതിഥേയനെ ഇതാക്കുന്നതാണ് എന്ത്, മരവായ. ഇത്തരത്തിലുള്ള ഇങ്ങനെ ആതിഥേയനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന്, അതായത് ആതിഥേയനെ വാസസ്ഥലത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ആതിഥേയനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സസ്യങ്ങൾ നമ്മൾ എന്ത് വിളിക്കും? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ആതിഥേയനെ വാസസ്ഥലങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പൊ അതിനെന്ത് വിളിക്കും? എപ്പിഫൈറ്റുകൾ. മരവായ എന്ന് പറഞ്ഞ ഒരു എപ്പിഫൈറ്റിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്ക്, വേറെ ചിത്രം, അതെ, ഇത്തിൽ കണ്ണി. ഇതൊക്കെ ഒരുവിധം മരങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കാതെയാണ്, കുറഞ്ഞ ഒരു പൂവൊക്കെ ഉണ്ടാവും അതിനെ. അധികം മാവിലാണ് ഇത്തിൽ കണ്ണികളും മരവായകളൊക്കെ ഉണ്ടാവാറുള്ളത്. എന്താണ് ഇത്തിൽ കണ്ണിന്റെ പ്രത്യേകത? സ്വയം ആഹാരം നിർമ്മിക്കും, പക്ഷെ ജലവും ലവണവും സസ്യത്തിൽ നിന്നും വരും. ആഹാരം നിർമ്മിക്കാൻ കഴിയും, പക്ഷെ എന്താണ്, അതിനാവശ്യമായിട്ടുള്ള ജലവും ലവണവും അവരുടെ കയ്യിൽ നിന്ന് അതെന്താവും, ഈ സസ്യത്തിൽ നിന്നും വലിച്ചെടുക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ഇതിന് പ്രശ്നം വെച്ചാൽ, അത് ഈ മാവ് മരത്തിന്റെ വളർച്ചയെ എന്ത് ചെയ്യും, പ്രതികൂലമായി ബാധിക്കും. കാരണം ഇതിനാവശ്യമായിട്ടുള്ള ജലവും ലവണമൊക്കെ എന്ത് ചെയ്യും, ഇത്തിൽക്കണ്ണി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും അവിടെ കുറയാണ് ചെയ്യുക. അപ്പൊ അത് ഈ ഒരു പ്ലാന്റിനെ എന്താണ്, ദോഷകരമായിട്ട് ഇതാക്കും. ഇത്തരത്തിൽ സ്വയം ആഹാരം നിർമ്മിക്കുകയും ജലവും ലവണങ്ങളും മറ്റു സസ്യങ്ങളിൽ നിന്നും, ആതിഥേയ സസ്യത്തിൽ നിന്നും വലിച്ചെടുക്കുന്നവയെ നമ്മൾ എന്ത് വിളിക്കും? അർദ്ധപരാഗങ്ങൾ എന്ന് വിളിക്കും. കാരണം അത് മുഴുവനായിട്ടും ആതിഥേയ സസ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വെറും ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സസ്യങ്ങൾ എന്ന് വിളിക്കും അർദ്ധപരാഗങ്ങൾ എന്ന് വിളിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് മൂടില്ലാത്ത ആള്. എന്താണ് മൂടില്ലാത്ത ആള്? മൂടില്ലാത്ത ആളാണോ? അല്ല, അത് ഒരുതരം സസ്യവിഭാഗമാണ്. ഈ മൂടില്ലാത്ത ആളിയുടെ പ്രത്യേകത എന്താണ്? മൂടില്ലാത്താൾ ഇവരിരുന്ന പോലെയല്ല, മറ്റൊരു ആഹാരങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അത് അതിലും മടിയനാണ് മൂടില്ലാത്താളി. ആഹാരം നിർമ്മിക്കൂല, എനിക്ക് വേണ്ട പോഷകങ്ങളൊക്കെ, അതായത് നിർമ്മിച്ചു കഴിഞ്ഞ ആഹാരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ വലിച്ചെടുത്ത് സുഖമായിട്ട് ജീവിക്കും. അങ്ങനെയുള്ളവരാണ് മൂടില്ലാത്താളി. അപ്പം പറഞ്ഞു, അങ്ങനെ പോഷകങ്ങളൊക്കെ ആതിഥേയ സസ്യത്തിൽ നിന്നും വലിച്ചെടുത്ത് ഇതാക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പൂർണ്ണ പരാഗം. കാരണം ഇവക്ക് കാര്യമായിട്ട് ഒരു പണിയില്ല, ജസ്റ്റ് ഒന്ന് വളർന്നാൽ മാത്രം മതി. ആവശ്യമുള്ള പോഷകവും ഘടകങ്ങളും ആഹാരം ഉണ്ടാക്കിയതൊക്കെ എന്ത് ചെയ്യും, മറ്റു സസ്യത്തിന് വലിച്ചെടുക്കും. ഇത്തരത്തിലുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് പൂർണ്ണ പരാഗ. അതായത് മുഴുവനായിട്ടും ഒരു സസ്യത്തെ, ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണെന്ന് പൂർണ്ണ പരാഗം എന്നാണ്. ജലവും ലവണവും മാത്രമാണ് വലിച്ചെടുക്കുന്നത്, അതായത് ഓൾക്ക് ആഹാരം നിർമ്മിക്കും, പക്ഷെ അതിന് കുറഞ്ഞ കണ്ടന്റ് മാത്രം ഉപയോഗിക്കുന്നതിന് അർദ്ധപരാഗങ്ങൾ. അർദ്ധപരാഗത്തിന് എക്സാമ്പിൾ ആണ് ഇത്തിൽ കണ്ണി. എന്നാൽ മരവായ ആണെങ്കിൽ അത്രയൊന്നുമല്ല. കാരണം ജലവും ലവണങ്ങളും ആഹാരം ഒക്കെ സ്വയം നിർമ്മിക്കും, പക്ഷെ ഇരിക്കാനൊരു ഇടം, അത് വാസസ്ഥലം മാത്രം ആവശ്യമുള്ള അങ്ങനെ ആതിഥേയനെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അതിനെ വിളിക്കും എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കും. 3 ടേമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ ടേമാ പറഞ്ഞിട്ടുള്ളത്? എപ്പിഫൈറ്റുകൾ. ഓക്കെ, ഞാൻ പറഞ്ഞ ടേംസ് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി, ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഡോണ്ട് വറി. എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്, ഏതൊക്കെയുള്ളത്? ഡിഫറെന്റ് ടൈപ്പ് എപ്പിഫൈറ്റുകൾ, പരാദങ്ങൾ 2 വിധമുണ്ട്, പൂർണ്ണമുണ്ട്, അർദ്ധമുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ 2 ടൈപ്പാണ് ഉണ്ടാവുക. 3 ടൈപ്പ് സസ്യങ്ങളാണ് ഉള്ളത്, സാധാരണ സസ്യങ്ങളെ കൂടാതെ. ഇനി അടുത്ത് നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമുക്ക് ഈ പിക്ചറിൽ കാണാം. പറഞ്ഞു, ഓക്കെ, മാവ്, ഇത്തിൽ കണ്ണി, മൂടില്ലാത്ത ആളി, മരവായ എന്നിവയുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇവർ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാം? നമ്മൾ പറഞ്ഞു, സ്വയം ആഹാരം നിർമ്മിക്കുന്നത് ആരാണ്? മൂടില്ലാത്ത ആളി സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ഇല്ല, പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മരവായാണ് അവിടെ സ്വയം ആഹാരം നിർമ്മിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്ന ജലം ലഭിക്കുന്നത്
മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അതെ, നമ്മൾ മാവിന് എവിടെ നിന്നാണോ ജലം ലഭിക്കുന്നത്, മണ്ണിൽ നിന്നാണ് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നത്. ആ വലിച്ചെടുത്തതിൽ നിന്ന് അവർ സംഭരിച്ചു വെക്കുന്നതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആതിഥേയ സസ്യങ്ങളിൽ വരുന്ന അതിഥികൾ വലിച്ചെടുക്കുന്നത്. മരവായും ഇത്തിൽ കണ്ണിക്കുമോ, അതായത് ഈ ജലവും ലവണവും വലിച്ചെടുക്കും മാവ്. ഇതിൽ നിന്നും പിന്നെ എന്ത് ചെയ്യും, അവര് വലിച്ചെടുക്കും. സ്വാഭാവികമായിട്ടും മാവിന്റെ കൊമ്പുകൾക്കും ശിഖരങ്ങളിലും ഒക്കെ വളരും. അതിന്റെ വളർച്ചയെ, മാവിന്റെ വളർച്ചയെ അതൊരു ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ചെറിയ വേരുകൾ മരവായെ മരത്തിൽ പച്ചപിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു ചെയ്യുന്നു. വാസസ്ഥലത്തിനായി മാത്രമാണ് ഈ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡുകൾ, അതുപോലെ തന്നെ മരവായ. അതായത് ഇതിൽ 2 ടൈപ്പ് ചെറിയ വേരുകളുണ്ട്, വലിയ വേരുകളുണ്ട്. ചെറിയ വേരുകളും വലിയ വേരുകളും രണ്ടിന്റെയും ധർമ്മം വ്യത്യാസമുണ്ട്. ചെറിയ വേരുകൾ എന്തിനു സഹായിക്കും? മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാനും. എന്നാൽ വലിയ വേരുകൾ അഥവാ കട്ടി കൂടിയ വേരുകൾ എന്തിനു സഹായിക്കും? അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കും. ഇത്തരത്തിൽ വാസത്തിന് വേണ്ടി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നവർ ഇവയെ എന്ത് വിളിക്കുന്നു? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് മരവായ. പിന്നെ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും എന്താണ്? എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അവരെന്താണ്? വാസസ്ഥലത്തിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മറ്റു സസ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത്തിൽ കണ്ണി, ഇതാണ് ഇത്തിൽ കണ്ണി. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി അഥവാ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് ഇത്തിൽ കണ്ണി. എന്തുകൊണ്ടാണ് ഇത്തിൽ കണ്ണി അവിടെ വളരുന്നത് എന്നതിന്റെ ഒരു ഗുട്ടൻസ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തിൽ കണ്ണിയിലെ വേരുകളുടെ ക്രമീകരണമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്തിൽ കണ്ണി ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നതിന് ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാഗങ്ങൾ എന്ന്. അതായത് അവയിൽ നിന്ന് ജലവും ലവണവും മാത്രം വലിച്ചെടുക്കും. ബാക്കി ആഹാര നിർമ്മാണമൊക്കെ ആര് തന്നെ നടത്തും? ഇത്തിൽ കണ്ണി തന്നെ നടത്തും. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ജലവും ലവണവും കൂടുതലായിട്ട് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ജലവും ലവണവും അത് വലിച്ചെടുക്കാം. അതിൽ നിന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ സസ്യത്തിന്റെ പൂർണ്ണ വളർച്ചയ്ക്ക് അത് ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് അർദ്ധപരാഗങ്ങൾ അഥവാ സെമി പാരസൈറ്റ്. സെമി പാരസൈറ്റിന്റെ ഉദാഹരണമാണ് അഥവാ അർദ്ധപരാഗങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി. ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ല തളി. ഇനി മറ്റൊന്നാണ് മൂടില്ല തളി. ഒരു ചെടിയിൽ ചുറ്റിക്കറങ്ങി ഒരു വല പോലെ, നെറ്റ് വർക്ക് പോലെയാണ് അത് കാണപ്പെടുന്നത്. ഈ മൂടില്ല താളിന്റെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് നോക്കാം. മൂടില്ല താളി എന്ന് പറയാം, ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവകൾ എന്ന് പറഞ്ഞു. ആഹാരം നിർമ്മിക്കാനും കഴിയൂല, എന്നാൽ സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് ഭക്ഷണവും കൂടി ഒന്നുമില്ല. ചിലരോട് കാണാം വലിഞ്ഞ ഒരു വീട്ടിലേക്ക് വരും. ഞാൻ ആരും ഉദ്ദേശിച്ച് പറയല്ല, ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറയല്ലോ, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. എന്നാ 2 നേരം 3 നേരം ഫുഡ് അടിക്കും ചെയ്യില്ലേ, അതുപോലത്തെ ആൾക്കാരാണ് ആര്? പൂർണ്ണ പരാഗങ്ങൾ. അതാണ് എന്ത്? മൂടില്ല താളി. മൂടില്ല താളി, മൂടില്ല, ഒന്നിനൊരു മൂടില്ല, ഒക്കെ കഴിക്കാൻ മൂടുണ്ട്. ഓക്കെ, അതാണ്. അത്ര ആലോചിച്ചാൽ മതി. എക്സാമ്പിൾ മൂടില്ലാത്തവരാണ് എന്ത്? മൂടില്ലാത്ത കളി. അതുകൊണ്ട് എന്താണ്? കംപ്ലീറ്റ്ലി ഫുൾ ഡിപ്പെൻഡ് ചെയ്യും. അത് പൂർണ്ണ പരാഗം. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണ പരാഗങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞ 3 ടൈപ്പ് പാഠം ഇതോടുകൂടി കഴിയാണ്. എന്താ പറയുന്ന ഒരു കോട്ടോട് കൂടിയാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ജീവവർഗത്തിന്റെ നാശം എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിയുടെ കൂടി നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ചിത്രത്തോടു കൂടി ഈ പാഠം ഇവിടെ അവസാനിക്കാണ്. നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും എന്തൊക്കെ പഠിച്ചതെന്ന് നമുക്ക് ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാം അല്ലെ? ബാക്ക് റിവേഴ്സിങ് ചെയ്യാം. എന്തൊക്കെ പഠിച്ചു നമ്മൾ പറഞ്ഞു. സെമി പാരസൈറ്റ് ഉണ്ട്, പൂർണ്ണപരാഗങ്ങളുണ്ട്, അർദ്ധപരാഗങ്ങളുണ്ട്. പൂർണ്ണപരാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യത്തിന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്നവയാണ് പൂർണ്ണപരാഗങ്ങൾ. എക്സാമ്പിൾ മൂടില്ലാത്ത താളി. എന്നാൽ ആതിഥേയനും ജലവും ലവണവും വലിച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സെമി പാരസൈറ്റ് അഥവാ അർദ്ധപരാഗങ്ങൾ. അതിന് എക്സാമ്പിൾ ആണ് ഇത്തിൽ കണ്ണി. ഇങ്ങനത്തെ ചെടി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണേ. സാധാരണ ഇത്തിൽ കണ്ണി ഉണ്ടായി കഴിഞ്ഞാല് ആ ചെടിയിലെ കൊമ്പും കാര്യങ്ങളൊക്കെ മരം കടയുക എന്ന് പറയും. അതായത് കൊമ്പും അതിന്റെ ശിഖരങ്ങളൊക്കെ മുറിച്ചിടാണ് ചെയ്യാം. കാരണം പിന്നീട് അതിന്റെ വളർച്ച നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ആ സസ്യത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായി ഇതിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ മുറിച്ചിടും. നമ്മൾ പറഞ്ഞ മരവായ എന്ന് പറഞ്ഞാൽ എപ്പിഫൈറ്റുകളാണ്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് മറ്റൊരു ആതിഥേയ സസ്യത്തിനെ ആശ്രയിക്കുന്നത്. എക്സാമ്പിൾ മരവായ. അതേപോലെ തന്നെ ഓർക്കിഡ് ഫാമിലിയിലുള്ള ആൾക്കാരും എന്തിന് എക്സാമ്പിൾ ആണ്? എപ്പിഫൈറ്റുകൾക്ക് എക്സാമ്പിൾ ആണ്.
പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ കേസ് പറഞ്ഞു. രാത്രി കാലങ്ങളിലെ വ്യത്യാസം നമ്മൾ പറഞ്ഞു. പ്രകാശം ഏറ്റവും കൂടുതൽ ഓക്സിജനെ പുറന്തള്ളപ്പെടുന്നത് പകൽ സമയത്താണ് നമ്മൾ പറഞ്ഞു. രാത്രി കാലങ്ങളിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറന്തള്ളൽ പ്രധാനമായിട്ട് നടക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇലകളിൽ ശ്വസനം നടക്കുന്നുണ്ട്, അതിനെ സഹായിക്കുന്ന ഇലകളിലെ ഭാഗമാണ് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഇലകളിൽ പച്ചനിറം നൽകുന്ന വർണ്ണകമാണ് ഹരിതകം. അതുകൂടാതെ പച്ചനിറം മാത്രമല്ല, ചുവപ്പ് നിറമുണ്ട്, ഓറഞ്ച് നിറമുണ്ട്, മഞ്ഞ നിറമുണ്ട്. ചുവപ്പ് നിറം നൽകുന്ന ആന്തോസയാനിൻ, ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിൻ, മഞ്ഞയാണെങ്കിൽ സാന്തോസിൻ. പിന്നെ വാതകം വെറും കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും മാത്രമല്ല അന്തരീക്ഷത്തിലുള്ളത്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ആർഗൺ മറ്റുള്ള വാതകങ്ങളും അന്തരീക്ഷത്തിൽ വരുന്നുണ്ട്. പിന്നെ എല്ലാ ഇലകളും ഒരുപോലെയല്ല വിന്യസിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു പല ഇലകളും പല രീതിയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്, എന്തിനാണ് അങ്ങനെ വിന്യസിച്ചിരിക്കുന്നത് കാര്യം നമ്മളിവിടെ പറഞ്ഞു. പിന്നെ എന്താണ് പ്രകാശ സംശ്ലേഷണം? പ്രകാശ സംശ്ലേഷണത്തിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ട്? സൂര്യപ്രകാശം ആവശ്യമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട്, ജലവും ലവണങ്ങളും ആവശ്യമുണ്ട്. അതിന്റെ ഫലമായിട്ട് ഓക്സിജൻ ആണ് നിർമ്മിക്കപ്പെടുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള വർണ്ണകം എന്താണ്? ഹരിതകമാണ്. പിന്നെ ആഹാര ശൃംഖല ജലം എന്ന് പറഞ്ഞു. അതിൽ ഒരൊറ്റ ശ്രേണി നമ്മൾ എന്ത് വിളിക്കും? ആഹാര ശൃംഖല എന്ന് വിളിക്കും. ഇതൊരു ആഹാര ശൃംഖലയ്ക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ അധിനിവേശക്കാർ എന്ന് പറഞ്ഞാൽ അതായത് മറ്റൊരു ഭൂഖണ്ഡങ്ങളിൽ നിന്നൊക്കെ വന്ന ആൾക്കാരായിരിക്കും. അവര് ഒരു വാസസ്ഥലത്തെത്തി കഴിഞ്ഞാൽ അത് അവരുടേതായിട്ടുള്ള സ്ഥലമാക്കി മാറ്റിയെടുക്കും. മറ്റുള്ള ജീവികളുടെ നാശത്തിലേക്ക് അത് നയിക്കും. അതിൽ എക്സാമ്പിൾ ആണ് ആഫ്രിക്കൻ മുഷ്യ. പിന്നെ കടുവകളുടെ സംരക്ഷണം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ ഈ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം അനിയന്ത്രിതമായിട്ട് മാനുകളുടെ കന്നുകാലികളുടെയൊക്കെ വളർച്ച കൂടിക്കഴിഞ്ഞാൽ പുൽമേടുകൾ നശിച്ചു പോകും. അതിനാണ് നമ്മൾ പ്രധാനമായിട്ടും കടുവയുടെ സംരക്ഷണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു 4 തരത്തിൽ പ്രധാനമായിട്ടും വാസസ്ഥലങ്ങളുണ്ട്. പുൽമേടുകളുണ്ട്, മരുഭൂമിയുണ്ട്, കണ്ടൽക്കാടുകളുണ്ട്, ഹിമപ്രദേശങ്ങളുണ്ട്. അവയുടെ പ്രത്യേകതകൾ പറഞ്ഞു. ഏതൊക്കെ ജീവികളാണ് അവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കടലിലെ ഭക്ഷ്യശൃംഖലയെ കുറിച്ച്, ആഹാര ശൃംഖലയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിലെ പ്രധാന ഉൽപാദകർ എന്ന് പറഞ്ഞു പ്ലവകങ്ങളാണെന്ന് പറഞ്ഞു. അതിന്റെ ആഹാര ശൃംഖല നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നോക്കാം. അതായത് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ജീവികളുടെ പരസ്പര ബന്ധത്തെ നമ്മൾ എന്ത് വിളിച്ചു? ആഹാര ശൃംഖലാജാലം എന്ന് പറഞ്ഞു. അടുത്തതായി ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളിൽ എന്താണ് പറയുന്നത് നോക്കാം. ഒരുവിധം എനിക്ക് തോന്നുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എല്ലാവരും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവും. ഓക്കെ. ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുടെ സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചു തരണം. കാരണം നമ്മൾ പറഞ്ഞു സസ്യങ്ങളിൽ ഹരിതകം എന്ന വർണ്ണക വസ്തുവാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. അപ്പൊ ചുവപ്പ് നിറത്തോട് കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം പോസിബിൾ ആണോ, നടക്കുമോ? ഓക്കെ. പിന്നെ സസ്യം പുൽച്ചാടി ഈ ആഹാര ശൃംഖല ജലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്ക്, സസ്യത്തിനെ പുൽച്ചാടി ഭക്ഷിക്കും, പുൽച്ചാടിയെ തവള ഭക്ഷിക്കും. കൊതുക് സസ്യത്തെ കഴിക്കും, തവള കൊതുകിനെ കഴിക്കും. പാറ്റ സസ്യത്തെ ഭക്ഷിക്കും, പല്ലി പാറ്റി. തവളയെ ആര് ഭക്ഷിക്കും? പാമ്പ്. ക്വസ്റ്റ്യൻ എന്താ? ആഹാര ജാലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? തവളയുടെ എണ്ണം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? തവളയുടെ എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൊതുകിന്റെ എണ്ണം കൂടും, പാറ്റയുടെ എണ്ണം കൂടും, പുൽച്ചാടിയുടെ എണ്ണം കൂടും. അതിന്റെ ഫലമായിട്ട് സസ്യസമ്പത്ത് എന്ത് ചെയ്യും? കുറയും, അല്ലെ? അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായല്ലോ. അതായത് ഒന്നിന്റെ വർധനവ് മറ്റൊന്നിന്റെ നാശത്തിലേക്കും സഹായിക്കും. അങ്ങനെ ഉണ്ട്. ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. സന്തുലിതാവസ്ഥ ആവശ്യമാണ്. അതാണ് ആ ഭക്ഷ്യശൃംഖലയുടെ അല്ലെങ്കിൽ ആഹാര ശൃംഖല ജലത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. എണ്ണം കുറഞ്ഞാൽ എന്താ സംഭവിക്കാം? ഇത്രയേ ഉള്ളൂ ആലോചിച്ചാൽ. കാരണം പുൽച്ചാടിയുടെയും കൊതുകിന്റെയും ഒക്കെ വർധനവ് ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് കൊതുകുകളുടെ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാരകമായ രോഗങ്ങൾക്ക് കാരണം. പുൽച്ചാടിയുടെ വളർച്ച കൂടിക്കഴിഞ്ഞാൽ സസ്യത്തിന്റെ ഇതിൽ കുറവ് വരും. കാരണം സസ്യങ്ങൾ പുൽച്ചാടി എപ്പോഴും സസ്യം ഭക്ഷിച്ചു കഴിഞ്ഞാൽ സസ്യത്തിന്റെ ജൈവ സമ്പദ് വ്യവസ്ഥയ്ക്കും അത് ബാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിന്റെ ഘട്ടങ്ങൾ പൂർത്തീകരിക്കാനാണ് പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. പ്രകാശ സംശ്ലേഷണം നമ്മൾ പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു.
ഓക്സിജൻ പുറത്തേക്ക് പോകും. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടുത്ത ക്ലാസ് ഇതിനെ കുറിച്ച് ഞാൻ പറയും. ഇതിൽ എന്താ നോക്കട്ടെ. ഓക്കെ, അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, ഘട്ടങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഘട്ടങ്ങൾ നമുക്ക് എഴുതാനാ പറഞ്ഞു. നമ്മൾ പറഞ്ഞു അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഭക്ഷണം എന്താകും? പിന്നീട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടും, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കും. ഓക്കെ, തുടർപ്രവർത്തനങ്ങളുണ്ട്. അതായത് ഒരു ചെടിയുടെ ഇല സുതാര്യമായ പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. അടുത്ത ദിവസം നിരീക്ഷിക്കും പോളിത്തീൻ കവറിൽ എന്താണ് കാണുക. ഇതൊക്കെ നിങ്ങൾ വീടുകളിൽ ചെയ്ത് നോക്കിയിട്ട് നിരീക്ഷണം കണ്ടെത്തണം. പിന്നെന്താണ്? നിങ്ങളുടെ പരിസരത്തുള്ള ഒരു കുളമോ മറ്റെന്തെങ്കിലും ആവാസമോ നിരീക്ഷിച്ച് പരമാവധി ആഹാര ശൃംഖലകൾ എഴുതൂ. ഈ ആവാസത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ ചാപ്റ്റർ, അല്ലെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മറ്റൊരു ജീവനും എന്ന പാഠഭാഗം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഒരു പ്രാവശ്യം കൂടി ഇതിലെ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. ഓക്കെ, എന്തെല്ലാം പറഞ്ഞത്? ഓക്കെ, സസ്യബുക്ക്, മാംസബുക്ക് ഉണ്ട്. ഓരോ ആവാസ വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞു. ഇതിൽ പ്രധാന ടോപ്പിക്കുകൾ ഞാൻ ഒന്നുകൂടി പറയാം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് എന്ത്? ആഹാര ശൃംഖല ജാലം അഥവാ ഫുഡ് വെബ്. പിന്നെ കടലിലെ ആവാസ വ്യവസ്ഥയെ കുറിച്ച്, അതിൽ ജലാശയങ്ങൾ ദൃഢമായിട്ട് ഒഴുകി നടക്കുന്ന ഈ ചെറു സസ്യങ്ങളാണ് എന്ത്? പ്ലവകങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ എക്സാമിന് എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓരോന്നിന്റെയും ഭക്ഷണം എന്താന്ന് നോക്കുക. ഇത് വെച്ചിട്ട് ധാരാളം ആഹാര ശൃംഖല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ഒന്നുകൂടി ഓർമ്മയില്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് റിമൈൻ ചെയ്ത് ഒന്നുകൂടി കേൾക്കുക. പിന്നെ നമ്മൾ നിലനിൽപ്പിന് എന്തൊക്കെ ആവശ്യമുള്ള നമ്മൾ പറഞ്ഞു. സൂര്യപ്രകാശം വേണം, ജലം വേണം, വായു ഒക്കെ വേണം. പിന്നെ ആവാസ വ്യവസ്ഥ നമ്മൾ പറഞ്ഞാൽ എന്താ? ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവികൾക്ക് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ആവാസം. ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നിരവധി ആവാസ വ്യവസ്ഥകളുണ്ട്. അതിൽ എക്സാമ്പിൾ ആയിട്ടുള്ള പുൽമേടുകളുണ്ട്, മരുഭൂമികളുണ്ട്, കണ്ടൽക്കാടുകളുണ്ട്, ഹിമപ്രദേശങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ആഹാരക്കാട് നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് നിങ്ങളുടെ നിരീക്ഷണ ബുക്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കിടക്കണം. പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞത് ഓരോ ജീവികളും കൂടിയാലും കുറഞ്ഞാലുമുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞു. ഈ ഒരു ലെക്ചർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. എന്തിനാണ് കടുവയെ സംരക്ഷിക്കുന്നത്? അതായത് ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയാണ് കടുവ. ആവാസ വ്യവസ്ഥയിലെ സസ്യഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്താൻ ഓരോ കണ്ണികളെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിൽ താഴെ കണ്ണിയിലുള്ള ചില ജീവവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു. പിന്നെ ആഫ്രിക്കൻ മുയിച്ച്, അതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു. അധിനിവേശക്കാരാണ്. അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ മത്സ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ആഹാരമാകും. അതിന്റെ ഫലമായിട്ട് നാടൻ മത്സ്യങ്ങൾ എന്ത് ചെയ്യും? ഗണ്യമായിട്ട് നാടൻ മത്സ്യങ്ങളുടെ എണ്ണം കുറയും. അതും ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് തകർക്കും. പിന്നെ ആഹാരബന്ധം നമ്മൾ പറഞ്ഞു. ആഹാര ശൃംഖലയിൽ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. ഇവിടെ പുൽച്ചാടി, പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ. കഴുകനാണ് ഇതിലെ അവസാനത്തെ കണ്ണി. പുല്ലാണ് ആദ്യത്തെ കണ്ണി. പിന്നെ എന്താണ് ആഹാരം, എങ്ങനെയാണ് സസ്യങ്ങൾ നിർമ്മിക്കുന്നതെന്ന് പ്രകാശ സംശ്ലേഷണം വഴിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ജലം, ലവണങ്ങളുണ്ട്, സൂര്യപ്രകാശം ആവശ്യമാണ്. അതിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാക്കുന്നു. അതിനെ സഹായിക്കുന്ന വർണ്ണകമാണ് ഹരിതകം അഥവാ ക്ലോറോഫിൽ. പിന്നെ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്. പിന്നെ എല്ലാ ഇലകളും ഒരുപോലെയല്ല ക്രമീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവയുടെ ക്രമീകരണം അങ്ങനെ? ഇത്തരത്തിൽ ഓരോ ഇലകളും നിങ്ങൾ നിരീക്ഷിച്ച് കാര്യങ്ങൾ പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു വെറും ഹരിതകം മാത്രമല്ല, ചുവപ്പ് നിറത്തിലെ ആന്തോസയാനിനും ഓറഞ്ച് നിറത്തിൽ കരോട്ടിൻ. ഞാൻ പറഞ്ഞു ക്യാരറ്റ്, കരോട്ടിൻ, ഓറഞ്ച്. മഞ്ഞ നിറത്തിൽ സാന്തോട്ടിൻ. മറ്റേത് രണ്ടും മാറാതെ പഠിച്ചാൽ മതി. ഒന്ന് ഓക്കെ. പിന്നെ എങ്ങനെയാണ് വാതകവിനിമയം നടക്കുന്നത് പറഞ്ഞു. ശ്വസനം നടക്കുന്നത്. അതിനെ സഹായിക്കുന്ന ആൾക്കാരാണ് സ്റ്റൊമാറ്റ. പിന്നെ രാത്രി കാലങ്ങളിലാണ് സാധാരണ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറത്തേക്ക് തള്ളുന്നത്. ഓക്സിജൻ പകൽ സമയങ്ങളിലാണ് പുറത്തുള്ളത്. ആതിഥേയ സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. മരവാഴ, ഇത്തിൽക്കണ്ണി. മരവാഴ എന്ന് പറഞ്ഞാൽ എപ്പിഫൈറ്റുകളാണ്. കാരണം വാസസ്ഥലം മാത്രമേ മറ്റു സസ്യങ്ങളിൽ നിന്നും എടുക്കുന്നുള്ളൂ. അല്ലാതെ ഫുഡോ ജലവും ലവണങ്ങളും പോഷകങ്ങളും ഒന്നും തന്നെ എടുക്കുന്നില്ല. അത്തരത്തിലുള്ള സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ.
എന്നാൽ ഇത്തിൽക്കണ്ണി പോലുള്ളവയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കും. അതാണ് ഇത്തിൽക്കണ്ണി. ഇതിനെ എന്താണ് വിളിക്കുക? അർദ്ധപരാതം എന്ന് വിളിക്കും. എന്നാൽ മൂടില്ല താളി പോലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു മൂടുമില്ല ഒന്നിനും. സോ ഭയങ്കര മടിയന്മാരാണ്. അവര് എല്ലാ പോഷക ഘടകങ്ങളും ഉണ്ടാക്കി വെച്ച സാധനം എന്ത് ചെയ്യാം? ഒരിക്കലും എടുത്തുകൊണ്ട് പോകും. അതാണ് പൂർണ്ണ പരാതങ്ങൾ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇതോടുകൂടി ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒറ്റയുള്ള ഒരു ജീവിതം അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ തുടർ പ്രവർത്തനങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ അല്ല. എനിവേ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് ഞാൻ വരാം. ഓക്കെ.